ഹായ് ഫ്രണ്ട്സ്, ഓൾഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചൊരു ബാൾ ഹാങ്ങിങ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ബാൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ട സാധനമാണ് ഐസ്ക്രീം സ്റ്റിക്സ്. ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്സൊക്കെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ എന്താ ഇവിടെ ഐസ്ക്രീം സ്റ്റിക്സൊക്കെ ഡയമണ്ട് ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ക്ലോത്ത് ക്യാരി ബാഗാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന 2 കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലൂവും ഒന്ന് യെല്ലോയും ആണ്. ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ, ഇന്ന കളർ എന്നൊന്നുമില്ല. എന്തെങ്കിലും നല്ല 2 കളർ കോമ്പോസ് യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഒരു ക്യാരി ബാഗിലേക്ക് അങ്ങനെ കുറച്ച് സർക്കിൾസ് മാർക്ക് ചെയ്ത് എടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാൻ ബ്ലൂ കളർ ക്യാരി ബാഗിൽ നിന്ന് സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളർ ക്യാരി ബാഗിൽ നിന്ന് നമുക്ക് ഇതുപോലെ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാവേ. യെല്ലോ കളർ ക്യാരി ബാഗിൽ നിന്നും ഇതുപോലെ സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു സർക്കിൾ എടുക്കാം, അത് പകുതി മടക്കാം. അതിന് ശേഷം അതിൻ്റെ എൻഡിൽ വെച്ചിട്ട് അതൊന്ന് തയ്ച്ച് കൊടുക്കാം. സൂചി നൂല് ഉപയോഗിച്ച് അതിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് തയ്ച്ച് കൊടുക്കാം. ആ ഒരു സർക്കിൾ നമ്മൾ തയ്ച്ചെടുത്തപ്പോഴത്തേക്കും നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പ് വന്നിട്ടില്ലേ. ഇതുപോലെ തന്നെ 5 സർക്കിൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പെറ്റലുള്ള ഒരു ഫ്ലവർ കിട്ടും കേട്ടോ. അഞ്ച് പെറ്റലുള്ള ഒരു ഫ്ലവർ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് എൻഡും ലാസ്റ്റ് എൻഡും ഒന്ന് തയ്ച്ചെടുക്കാവേ. അഞ്ച് സർക്കിൾസ് തയ്ച്ചെടുത്തപ്പോഴത്തേക്കും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായില്ലേ. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്ലവേഴ്സൊക്കെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവേ.
ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നത്. അതായത് ഒരു ബ്ലൂവിൻ്റെ മേലൊരു യെല്ലോയും ഒരു യെല്ലോയുടെ മേലൊരു ബ്ലൂവും എന്നൊരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു ബ്ലൂ എടുക്കാം. അതിൻ്റെ മേളിലേക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് യെല്ലോ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ 4 ഫ്ലവേഴ്സ് ടോട്ടൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സൊക്കെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 4 ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ബീഡ്സാണ്. അപ്പോൾ അതൊന്ന് ഫ്ലവേഴ്സിന് നടുവിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സിന് നടുവിലായിട്ട് ബീഡ്സ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴേക്ക് ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സർക്കിൾസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു യെല്ലോ കളർ സർക്കിൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു പെറ്റൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ സർക്കിളും ചെയ്തെടുക്കാം. ഫസ്റ്റ് യെല്ലോ ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് ബ്ലൂ ചെയ്യണം, പിന്നെ യെല്ലോ ചെയ്യണം, അതിനുശേഷം പിന്നെ ബ്ലൂ ചെയ്യണം. ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ടോട്ടൽ 3 ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. നേരത്തെ ഫ്ലവർ നമ്മൾ തയ്ച്ചെടുത്തില്ല, അതുപോലെ തന്നെ ഫസ്റ്റ് എൻഡും ലാസ്റ്റ് എൻഡും കൂട്ടി ഒന്ന് തയ്ച്ചെടുക്കാവേ. അപ്പോൾ ടോട്ടൽ 3 ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് ഹാങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹാങ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുത്തെ നമ്മുടെ സാധാരണ ത്രെഡ് തന്നെയാണ്, നൂലില്ലേ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയും നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു പാറ്റേണിൽ, നേരത്തെ നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തില്ല, ആ ഒരു പാറ്റേണിൽ ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ബീഡ്സ് ഫ്ലവേഴ്സിൻ്റെ നടുവിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ.
അപ്പോൾ ബീഡ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വാൾ ഹാങ്ങിങ്. സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. നല്ല ഭംഗിയുമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരു വാൾ ഹാങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.